നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ഏകാദശി തിങ്കളാഴ്ച. തീവ്ര നദിയുടെ ഇരുകരകളിലുമുള്ളവർ ഇനി തൃപ്രയാറിൽ സംഗമിക്കും. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് സമ്മേളനം സമാപിച്ചു. തൃത്തല്ലൂരിൽ വീണ്ടും വാഹനാപകടം. അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച വാഹനമിടിച്ച് ലോറി മെക്കാനിക് മരിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന ദശമി വിളക്കിന് ആയിരങ്ങൾ. പ്രസിദ്ധമായ ഏകാദശി തിങ്കളാഴ്ച. രാവിലെ 21 സംഗീതജ്ഞർ ഒന്നിച്ചു പാടിയ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ ദശമി ദിനത്തിലെ ചടങ്ങുകൾ തുടങ്ങി. ഇതോടെ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സംഗീതോത്സവം സമാപിച്ചു. 600-ൽ പരം പേരാണ് സംഗീതോത്സവത്തിൽ പങ്കെടുത്തത്. വൈകിട്ട് 3-ന് ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. വലത്ത് തിരുവമ്പാടി അർജുനനും ഇടത്ത് ചെമ്പൂക്കാവ് വിജയഗണനും അണിനിരന്നു. രാത്രിയിൽ 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളും. സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളിപ്പ്. വൈകിട്ട് താനം നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിച്ച നൃത്ത സംഗീത പരിപാടി അരങ്ങേറി. ദീപാരാധനയ്ക്ക് ശേഷം സ്പെഷ്യൽ നാഗസ്വരം പ്രശസ്ത വയലിൻ വിദ്വാൻ മൈസൂർ ചൗദക്കയുടെ ചെറുമകൻ മൈസൂർ എ ചന്ദ്രൻകുമാറും സംഘവും അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയും നടന്നു. രാത്രി 10-ന് പ്രസിദ്ധമായ ദശമി വിളക്ക് ആഘോഷിച്ചു. പ്രസിദ്ധമായ ദശമി വിളക്കിന് ആയിരങ്ങളായിരുന്നു എത്തിച്ചേർന്നത്. ഏകാദശി തിങ്കളാഴ്ച നടക്കും. മേളകലാനിധി കിഴക്കൂട്ട് അനിയന്മാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം രാവിലെ അരങ്ങേറും. 25-ൽ പരം ആനകൾ ശീവേലി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. ദേവസ്വം ഗിരീശൻ തിടമ്പേറ്റും. 12:30-ന് കിഴക്കേ നടപ്പുരയിൽ സ്പെഷ്യൽ നാഗസ്വരം നടക്കും. പകൽ 2-ന് മുരിയാട് മുരളീധരനും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ നടക്കും. പകൽ 3-ന് കാഴ്ച ശീവേലി. മേളകലാരത്നം പെരുവനം സതീശൻ മാരാർ അവതരിപ്പിക്കുന്ന ധ്രുവമേളം ശീവേലിക്കെത്തുന്നവർക്ക് മേളക്കൊഴുപ്പൊരുക്കും. വൈകിട്ട് 6-ന് കിഴക്കേ നടപ്പുരയിൽ എടനാട് KP രാമചന്ദ്രൻ നമ്പ്യാരുടെ പാടകം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സ്പെഷ്യൽ പഞ്ചവാദ്യം, സ്പെഷ്യൽ നാഗസ്വര കച്ചേരി എന്നിവ അരങ്ങേറും. രാത്രി 11-നാണ് ഏകാദശി വിളക്കിന് എഴുന്നള്ളിപ്പ്. കാണിക്കയിടലാണ് പ്രധാനം. തുടർന്ന് വെടിക്കെട്ട് നടക്കും. ഇരിങ്ങാലക്കുട തനിമ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടനാ സംഗമം നടന്നു. തനിമ ഓഫീസിൽ നടന്ന സംഗമം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ്, പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മൂഞ്ഞേലി എന്നിവർ സംസാരിച്ചു.
തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് എക്സൈസ് വാടാനപ്പള്ളി റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ പോളി ജംഗ്ഷനിൽ ലഹരിവിരുദ്ധ പ്രദർശനം ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണത്തിലൂടെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി സംസ്ഥാന എക്സൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടികളുടെ ഭാഗമായി നാട്ടിക മണപ്പുറത്തെ ഏറ്റവും പുരാതനമായ ആഘോഷങ്ങളിലൊന്ന്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AK നാരായണൻകുട്ടി, എക്സൈസ് വാടാനപ്പള്ളി SI ഉമർ കോടഞ്ചേരി എന്നിവർ സംസാരിച്ചു. SNDP യോഗം ചൂലൂർ ശാഖയിലെ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളുടെ വാർഷികാഘോഷം നടത്തി. ചൂലൂർ ALP സ്കൂളിൽ നടന്ന വാർഷികാഘോഷം SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷം തോന്നി. ചൂലൂര് പോലുള്ളൊരു ശാഖ നമ്മുടെ യൂണിയൻ ഏകദേശം 10 വർഷം മുൻപ് ചുമതലയേൽക്കുമ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് 13 ശാഖകളുടെ ലിസ്റ്റ് തന്നതിൽ വെറുതെ കടലാസിൽ എഴുതി തന്നൊരു ശാഖയായിരുന്നു ചൂലൂർ ശാഖ. ഇങ്ങനൊരു ശാഖ ഇവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട് കാണാനുണ്ടായിരുന്നില്ല. എങ്കിലും ആ കടലാസ് ശാഖ ഇന്ന് ഇവിടെ വരെ എത്തി. പക്ഷെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾക്കൊരു വേറെ 2-3 ശാഖകളുടെ 3-4 ശാഖകൾ കടലാസിൽ എഴുതി തന്നിരുന്നു. പക്ഷെ ആ ശാഖകളൊക്കെ ഇന്ന് ജഡ്ജിയുടെ വേഗത്തിൽ കുതിച്ചു പായി. ശാഖാ പ്രസിഡന്റ് ഉണ്ണി പണിക്കെട്ടി അധ്യക്ഷനായി. ജയന്തൻ പുത്തൂർ, യമുന രവീന്ദ്രൻ, KG കൃഷ്ണനുണ്ണി, ദിനേശ് അരയമ്പറമ്പിൽ, വിജയൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഈസ്റ്റ് ഫെറോന ദേവാലയത്തിൽ മതാധ്യാപകരുടെ സംഗമവും സെമിനാറും നടന്നു. ഫെറോന വികാരി ജോണി മേനാച്ചേരി ഉദ്ഘാടനം നടത്തി. സീമോൻ കാണിത്തറ അധ്യക്ഷനായി. ജാസ്മിൻ ജോയ് പുളിക്കൻ, ഇഗ്നേഷ്യസ് ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഫെറോനയിലെ 12 പള്ളികളിൽ നിന്നുള്ള അധ്യാപകർ പങ്കെടുത്ത സെമിനാർ നടന്നു. 15 വർഷമോ 15 വർഷത്തിന് കൂടുതൽ വർഷങ്ങളിൽ അതാത് പള്ളികളിലെ അവബോധന ക്ലാസ്സുകൾ പഠിപ്പിച്ച അധ്യാപകർക്ക് പ്രത്യേക ആശംസകൾ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക മംഗളങ്ങൾ പ്രാർത്ഥനകൾ നേരിടുന്നതാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ പള്ളിയിൽ പേര് പാലിക്കുകയും അവർക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നമുക്കറിയാം, മതബോധന അധ്യാപകൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഇടവയിൽ ആ കുട്ടികളുടെ ഇടയിലും ആ ഇടവയിലും മാതാപിതാക്കന്മാരുടെ ഇടവയിലും ആ നാട്ടിൽ തന്നെ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു സ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ഥാനത്തിന്റെ ഉയർച്ചയും മഹത്വവും വർദ്ധിക്കുന്നത് അവര് ഇടപെടുന്ന പ്രവർത്തനങ്ങളുടെയും അവരുടെ ആ നല്ല സ്വഭാവത്തിന്റെയും നല്ല വിശ്വാസത്തിന്റെയും നല്ല സാക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഇടവേള.